ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു സംഭവം കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഷിപ്പിലെ ടാങ്ക്, അതായത് നമ്മുടെ നാട്ടിലേക്ക് പെട്രോളും ഡീസലെല്ലാം സ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്ന ഷിപ്പിലെ ടാങ്ക്, അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അവിടെ എഴുതി വെച്ചാണ്ട എൻക്ലോസ്ഡ് സ്പേസ് ലാക്ക് ഓഫ് ഓക്സിജൻ. ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ കുറവാണ്ടാവും. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട വഴി. ഓക്സിജൻ കുറവും ബാക്കിയുള്ള കുറേ പോയിസൺ ഗ്യാസും ഉണ്ടാവും. പിന്നെ ഇയാൾ മീനിനെ പിടിക്കുന്നതാണെന്ന് വിചാരിക്കണ്ട. അയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാസ് ചെക്ക് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഗ്യാസ് ഉണ്ട് എന്ന് നോക്കുക. അയാൾ ടാങ്കിൽ ഓക്സിജൻ 20.9 H2S CO2, ബാക്കി അങ്ങനത്തെ പോയിസൺ ഗ്യാസ് എല്ലാം 0 ആയിരിക്കണം. അപ്പം മാത്രമാണ് നമുക്ക് ടാങ്കിൽ പോകാൻ പറ്റും. ഇതെൻ്റെ പേഴ്സണൽ ഗ്യാസ് മീറ്റർ. ഇത് ഞാൻ ടാങ്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് കൊണ്ടുപോകും. കാരണം എന്ന് വെച്ചാൽ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യും. എന്നാൽ നമുക്കൊന്ന് ടാങ്ക് പോയിട്ട് വരാം. എന്താ? ടാങ്കിലേക്ക് പോകുമ്പോൾ ടാങ്ക് നല്ല വെൻറ്റിലേഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റ് സൈൻ ചെയ്യണം, ഡ്യൂട്ടി ഓഫീസറെ അറിയിക്കണം. പിന്നെ ആ ഗ്യാസ് മീറ്റർ ഇല്ലേ, പേഴ്സണൽ ഗ്യാസ് മീറ്റർ, അതെന്തായാലും എടുത്തിട്ട് പോകണം. പിന്നെ വോക്കി ടോക്കി, അത് കമ്മ്യൂണിക്കേഷന് പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ ഞാൻ എടുത്തിട്ട് പോയ പേഴ്സണൽ ഗ്യാസ് മീറ്ററിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ലൈറ്റ് കണ്ടാൽ പിന്നെ കണ്ട വഴി ഓടിക്കോളാം. എന്ന് വെച്ചാൽ ഇനി താഴോട്ട് പോയാൽ നിങ്ങളെ ജീവൻ അപകടം എന്നാണ് അർത്ഥം. ഇതിൻ്റെ അകത്ത് ഓക്സിജന് പുറമെ വേറെ ഏതോ ഒരു ഗ്യാസും കൂടി വന്നിട്ടുണ്ട്. കണ്ട 39% CO. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് താഴോട്ടേക്ക് പോകാം. ഈ ടാങ്ക് ടോട്ടൽ 30 അടി നീളമുണ്ട്. കുറേ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകണം. പിന്നെ ഇതാണ് സ്റ്റീം കോയിൽ, അതായത് കാർഗോ ചൂടാക്കേണ്ട സംഭവം. ചില കാർഗോ ചൂടാക്കേണ്ടി വരും, അതിനാണ് ഈ സംഭവം. ഇത് കണ്ട ടാങ്കിൻ്റെ അടിയിൽ മൊത്തം കോയിലുകളാണ്. പിന്നെ ഈ കാണുന്നത് ടാങ്ക് ക്ലീൻ ചെയ്യേണ്ട മെഷീനാണ്. ഈ ടാങ്കിൽ ടോട്ടൽ ഇതേപോലത്തെ 3 മെഷീനാണ് ഉള്ളത്. പിന്നെ ഒരു ചെറിയൊരു മെഷീനുണ്ട്, അത് ഏറ്റവും താഴത്താണ്. അത് പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മേൽഭാഗവും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്കൊന്ന് മേൽഭാഗത്ത് കാണാം. ഈ കാണുന്ന സംഭവമാണ് ടാങ്ക് ക്ലീനിങ് മെഷീൻ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ക്ലീനിങ്ങിന് വേണ്ട ആവശ്യമായ സാധനം ടാങ്കിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഈ കാണുന്ന സംഭവമാണ് ബെൽമം, അതായത് കാർഗോ അടിഞ്ഞുകൂടുന്ന സ്ഥലം. ഈ പൈപ്പ് ലൈൻ വഴിയാണ് പെട്രോളിയം പ്രൊഡക്റ്റ് ടാങ്കിൽ വരുന്നതും പോകുന്നതും. ഈ കാണുന്നത് ബട്ടർഫ്ലൈ വാൾവാണ് കേട്ടോ. ഓരോ പൈപ്പ് ലൈനിലും ഇതേപോലത്തെ കുറേ വാൽവ് കാണാം. വാൽവ് എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ വാൽവ്, പൈപ്പ്. ഈ വഴിയാണ് അടുത്ത ടാങ്കിലേക്കും പോകുന്നത് കാർഗോ. അതായത് കാർഗോ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പെട്രോളിയമാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ടം വാഷിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ. ഇത് കുഞ്ഞു മെഷീനാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഹൈഡ്രോളിക് ലൈൻ, അതായത് വാൽവ് ഓപ്പണും ക്ലോസും ആകാൻ വേണ്ടിയിട്ടുള്ള ഹൈഡ്രോളിക് ഈ ലൈനിൽ കൂടിയാണ് പാസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ ടാങ്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?